പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. മോട്ടിവേഷണൽ ടോക്കിലേക്ക് സ്വാഗതം. എന്നെ ശ്രവിക്കുന്ന ആർക്കെങ്കിലും തങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അപ്രതീക്ഷിതമായി ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു അപ്പോഴും അത് കഴിഞ്ഞും അവർക്കുണ്ടായ കാഴ്ചപ്പാടും അതിന്മേലുള്ള വിശ്വാസവും? അത്തരമൊരു ദുരന്തം ജീവിതത്തിൽ നന്മയായി ഭവിച്ചു എന്ന് തിരിച്ചറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടോ? മിക്കവാറും ഉത്തരം ഇല്ല എന്നായിരിക്കാം. കാരണം ഒരു ദുരന്തത്തെ ഈശ്വര അനുഗ്രഹമായോ ദൈവിക പദ്ധതിയുടെ ഭാഗമായോ പൊതുവെ നമുക്ക് കാണാൻ കഴിയുകയില്ല എന്നതാണ് സത്യം. അങ്ങനെ കാണാൻ കഴിഞ്ഞാൽ ജീവിതയാത്രയുടെ ഗതി തന്നെ മാറിയെന്ന് വരാം. അങ്ങനെ കാണാൻ നമ്മൾ മനസ്സാണെങ്കിൽ മാത്രം. ലോറി ഡ്രൈവറുടെ മകനായി ജനിച്ച് ഒരു അപകടത്തെ തുടർന്ന് 2 കാലുകളും നഷ്ടപ്പെട്ടെങ്കിലും IITയിൽ നിന്ന് ബിരുദം നേടി ഗൂഗിളിൽ ചേർന്ന ഒരു യുവാവിൻ്റെ പ്രചോദനാത്മകമായ കഥ പറയാം. നാഗ നരേഷ് കരുതുര എന്ന യുവാവ് ആന്ധ്രാപ്രദേശിലെ ഗോദാവരി നദിയുടെ തീരത്തുള്ള തിപാറു എന്ന ഗ്രാമത്തിൽ ജനിച്ച് വളർന്നു. 1993 അവൻ കുട്ടിയായിരിക്കുമ്പോൾ ഒരു ചെറിയ അവധിക്കാലത്ത് സ്വന്തം അച്ഛൻ ഓടിച്ചിരുന്ന ലോറിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കവേ ആകസ്മികമായി അതിൽ നിന്ന് വീണ് അപകടമുണ്ടായി. നാഗേഷ് ഇരിക്കുന്ന ഭാഗത്തുള്ള വാതിലിൻ്റെ ലിവർ അറിയാതെ നാഗേഷ് തന്നെ അമർത്തുകയും വാതിൽ തുറന്ന് അവൻ താഴെ വീഴാൻ ഇടവരികയും ചെയ്തു. ഉടനെ തന്നെ സംഭവസ്ഥലത്തിന് അടുത്തുണ്ടായിരുന്ന ഒരു വലിയ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും പണമില്ലാതിരുന്നതിനാൽ അവർ ചികിത്സ നിഷേധിച്ചു. ആ വഴിയെ കടന്നുപോയ ഒരു പോലീസ് കോൺസ്റ്റബിൾ നാഗേഷിനെ അടുത്തുള്ള സർക്കാർ ആശുപത്രി പ്രവേശിപ്പിക്കാൻ വേണ്ട ഏർപ്പാട് ചെയ്തു കൊടുത്തു. നല്ലതുപോലെ പരിക്കുകളുണ്ടായിരുന്നതിനാൽ കുറച്ച് ദിവസം അവിടെ കിടന്ന് ചികിത്സ ചെയ്യേണ്ടി വരുമെന്ന് അധികൃതർ അറിയിച്ചു. തുടർന്ന് നാഗേഷിനെ അഡ്മിറ്റ് ചെയ്യുകയും 2 കാലുകളുടെയും എല്ലുകൾക്ക് ഒടിവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നതിനാൽ ആ ഒടിവുകൾക്ക് അടിയന്തരമായി പ്ലാസ്റ്റർ ഇടുകയും ചെയ്തു. നിർഭാഗ്യവശാൽ എല്ലുകൾക്ക് ഒടിവ് സംഭവിച്ച സ്ഥലങ്ങളിൽ മുറിവുണ്ടായിരുന്നത് ആശുപത്രി അധികൃതർ ഗൗരവത്തിൽ എടുക്കാതിരിക്കുകയും അതിനുള്ള ചികിത്സ നൽകാൻ അശ്രദ്ധ കാണിക്കുകയും ചെയ്തതിനാൽ കാര്യമായി തന്നെ ഇൻഫെക്ഷൻ ബാധിക്കുകയും ആരോഗ്യസ്ഥിതി മോശമാവുകയും ചെയ്തു. തുടർന്ന് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കാൻ ടൗണിലുള്ള വലിയ ആശുപത്രിയെ പ്രവേശിപ്പിച്ചു. അവർ നടത്തിയ പരിശോധനയിൽ നാഗേഷിൻ്റെ സ്ഥിതി മോശമാണെന്നും ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടതാണെന്നും മനസ്സിലായി. 2 കാലുകൾക്കും ഇൻഫെക്ഷൻ ബാധിച്ചിരിക്കുന്നതിനാൽ അവ രണ്ടും മുറിച്ചു മാറ്റണമെന്നും അല്ലാത്ത പക്ഷം ജീവന് തന്നെ ഭീഷണിയാകുമെന്നും നാഗേഷിൻ്റെ മാതാപിതാക്കളോട് ഡോക്ടർമാർ പറഞ്ഞു. അവർക്കത് താങ്ങാവുന്നതിലും വലിയ ആഘാതമായിരുന്നു. എങ്കിലും തങ്ങളുടെ മകൻ്റെ ജീവൻ നിലനിർത്താൻ അതല്ലാതെ മറ്റു മാർഗമില്ലാതിരുന്നതിനാൽ അവർ അത് സമ്മതിച്ചു. 2 കാലുകളും നഷ്ടപ്പെട്ട് വീൽചെയറിലായ നാഗേഷിന് തുടർന്നുള്ള പഠനം അതുവരെ ഉണ്ടായിരുന്ന സ്കൂളിൽ തുടരാൻ സാങ്കേതികമായി അസാധ്യമായി തീർന്നതുകൊണ്ട് നാഗേഷിൻ്റെ മാതാപിതാക്കൾ തങ്ങളുടെ ഗ്രാമം വിട്ട് തനുവ് എന്ന നഗരത്തിലേക്ക് താമസം മാറുകയും അവിടെ റാമ്പ് സൗകര്യമുള്ള ഒരു മിഷണറി സ്കൂളിൽ അവന് അഡ്മിഷൻ നേടിയെടുക്കുകയും ചെയ്തു. അതാണ് നാഗേഷിൻ്റെയും ഒപ്പം അവൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതം അപ്പാടെ മാറ്റിമറിച്ചത്. അതുവരെ കമ്പ്യൂട്ടർ എന്താണെന്നോ അത് പഠിച്ചാലുള്ള ഭാവി നന്മ എന്താണെന്നോ അറിയാതിരുന്ന നാഗേഷിന് ഒരു മായാലോകമാണ് തുറന്നു കിട്ടിയത്. ആ സ്കൂളിൽ പഠിക്കാൻ സാധിച്ചതിനാൽ നല്ല മാർക്കോടുകൂടി സ്കൂൾ പഠനം പൂർത്തിയാക്കാനും വലിയ സ്വപ്നങ്ങൾ കാണാനും സാധിച്ചു. തൻ്റെ കാലുകൾ നഷ്ടമായെങ്കിലും അതേക്കുറിച്ച് അയാൾ സങ്കടപ്പെട്ടിരുന്നില്ല. മറിച്ച് അതിനെ അനുഗ്രഹമായി മാത്രമാണ് കരുതുന്നത്. കാരണം ആ അപകടമാണ് തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും ഭാവി തന്നെ മാറ്റിയതെന്ന് അദ്ദേഹം പറയുന്നു. IIT JEE പരീക്ഷയിൽ നരേഷ് 992 റാങ്കും വികലാംഗ വിഭാഗത്തിൽ 4 റാങ്കും നേടി. തുടർന്ന്
മദ്രാസ് IITയിൽ പഠനം ആരംഭിച്ചു. തനിക്ക് സംഭവിച്ച ഈ ദുരന്തത്തിൽ ഒരിക്കലും നാഗേഷ് നിരാശനായിരുന്നില്ല. ആവശ്യപ്പെടാതെ തന്നെ അന്യരായ പലരും അദ്ദേഹത്തെ പലവിധത്തിൽ സഹായിച്ചുകൊണ്ടിരുന്നു. ഒരിക്കലൊരു ട്രെയിൻ യാത്രയിൽ സുന്ദർ എന്ന വ്യക്തിയെ കണ്ട് പരിചയപ്പെട്ടു. അദ്ദേഹമാണ് ഹോസ്റ്റൽ ഫീസ് നൽകി സഹായിച്ചത്. കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ ചികിത്സിച്ച സർക്കാർ ആശുപത്രി കോളേജ് ഫീസിനായി സഹായം നൽകി. IIT മദ്രാസിൻ്റെ കമ്പ്യൂട്ടർ സയൻസ് വകുപ്പിൽ നരേഷിന് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. അതിൽ ലിഫ്റ്റും റാമ്പും ഉൾപ്പെടുന്നു. അതുവഴി അദ്ദേഹത്തിന് വീൽ ചെയറുള്ള സ്വതന്ത്രമായ സഞ്ചാരം എളുപ്പമാക്കി. ഡീൻ, പ്രൊഫസർ, സ്റ്റുഡൻസ് ജനറൽ സെക്രട്ടറി എന്നിവരൊക്കെ ചേർന്ന് അദ്ദേഹത്തിന് ഒരു പവേർഡ് വീൽ ചെയർ വാങ്ങി നൽകി. പഠനത്തിൽ എല്ലാ ഘട്ടങ്ങളിലും മികവ് തെളിയിച്ച നാഗേഷിന് മോർഗൻ സ്റ്റാൻലിയും ഗൂഗിളും ഉൾപ്പെടെ പ്രശസ്ത കമ്പനികളിൽ നിന്ന് ജോലി ഓഫറുകൾ ലഭിച്ചു. നരേഷിൻ്റെ താല്പര്യം കമ്പ്യൂട്ടർ സയൻസിലും ഗെയിം തിയറിയിലുമൊക്കെ ആയിരുന്നതിനാൽ അദ്ദേഹം ഗൂഗിളിൽ ജോലിക്ക് ചേർന്നു. പ്രതിമാസം ലക്ഷങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ശമ്പളം. ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും ഈശ്വരൻ അറിയാതെയല്ല എന്നും എല്ലാത്തിനും ഒരു വലിയ ലക്ഷ്യമുണ്ടെന്നും നാഗേഷ് ഈ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുകയാണ്. ദുരന്തങ്ങൾ ഉണ്ടാകാൻ ഇടവന്നാൽ തന്നെയും അതിൽ തളർന്ന് നിരാശപ്പെട്ട് ദൈവത്തോടും സകല മനുഷ്യരോടും പകയും വെറുപ്പും വെച്ച് പുലർത്തി ബാക്കിയുള്ള ജീവിതം തന്നെ പാഴാക്കി കളയാൻ ഇടവരുത്താതിരിക്കുക. അതാണ് നാഗേഷ് ഓരോ മനുഷ്യനോടും ആഹ്വാനം ചെയ്യുന്ന വലിയ സത്യം. എന്തിനേയും പോസിറ്റീവ് കാഴ്ചപ്പാടോടുകൂടി സമീപിക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. ആത്മവിശ്വാസത്തോടെയുള്ള കഠിനാധ്വാനം കൊണ്ട് ഈ ലോകത്തിൽ ഒന്നും അസാധ്യമല്ലെന്ന് നാഗേഷ് നരേഷ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ഒരിക്കലും തളർന്നു പോകരുതെന്നും അവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം അവരെ പോലെ ആയിത്തീരാൻ അവർ നമ്മെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തെയും ജീവിത പ്രശ്നങ്ങളെയും പ്രതീക്ഷയോടെ ആത്മധൈര്യത്തോടെ നോക്കിക്കാണാനും സമീപിക്കാനും നമുക്ക് കഴിയണം. അങ്ങനെ ഒരു കാഴ്ചപ്പാടും ഒരു സമീപനവും ഉണ്ടാക്കുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ എന്തുമാകട്ടെ, പരാജയങ്ങൾ എന്തുമാകട്ടെ, വെല്ലുവിളികൾ എന്തുമാകട്ടെ, അതിനെയൊക്കെ ആത്മധൈര്യത്തോടു കൂടി മുന്നേറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി.